മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ട് ബഹുമാനിക്കാത്ത ധ്യാൻ ശ്രീനിവാസനെ ക്രൂരമായ സൈബർ ലിഞ്ചിങ്ങിന് വിധേയമാക്കുന്ന സൈബർ വെട്ടുക്കിളിക്കൂട്ടങ്ങൾക്ക് 8ന്റെ പണി കൊടുത്തിരിക്കുകയാണ് കേരള സമൂഹം. സൈബർ സഖാക്കൾ എന്ന പേരിൽ എന്ത് വൃത്തികേടും വിളിച്ചു പറയാമെന്ന് വിചാരിച്ച് ഇത്തരം വിഷയങ്ങളിൽ പോലും ഒരു ബോധവുമില്ലാതെ അന്ധമായ പിണറായി ഭക്തി മൂത്ത് വിവരക്കേടും വൃത്തികേടും വിളിച്ചു പറയുന്നവർക്കുള്ള ശക്തമായ താക്കീത് കേരള പൊതുസമൂഹം ഒറ്റക്കെട്ടായി നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഈ ദൃശ്യങ്ങൾ നോക്കുക. ഇതിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വരുന്നു, അന്തിമോപചാരം അർപ്പിക്കുന്നു ശ്രീനിവാസൻ്റെ ഭൗതിക ശരീരത്തിൽ. അതിനുശേഷം മകൻ ധ്യാൻ ശ്രീനിവാസനെ സ്പർശിക്കുന്നു. ധ്യാൻ പിണറായി ഒന്ന് നോക്കുന്നു, തലയാട്ടുന്നു. അതിനുശേഷം ആ ഖേദത്തോടുകൂടി, ആ ട്രോമയോടുകൂടി അവിടെ ഇരിക്കുന്നു. തൊട്ടടുത്ത് ശ്രീനിവാസൻ്റെ പത്നി ഇരിപ്പുണ്ട്. അവരെ വിളിക്കുന്നു, അവരും നോക്കുന്നു, അതേ അവസ്ഥയിലിരിക്കുന്നു. അപ്പോൾ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അപ്പുറത്ത് നിന്നൊരു യുവതി എഴുന്നേറ്റ് നിന്നപ്പോൾ അത് വേണ്ട, അവിടെ ഇരിക്കൂ എന്ന് പറഞ്ഞ് അവർ ഇരുത്തുന്നുണ്ട്. അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയാം ഒരു മരണ വീട്ടിൽ ചെന്നാൽ എങ്ങനെയാണ് ഇടപെടേണ്ടത്, ഈ സാഹചര്യങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന്. പക്ഷെ അതിനിടയിൽ പിണറായി വിജയൻ ഒപ്പം വന്ന മറ്റൊരാൾ ധ്യാനിനെ കസേരയിൽ നിന്ന് കുത്തി എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഇവിടം മുതലാണ് ഈ ചർച്ച ഈ വിധത്തിലേക്ക് നാശകരമായി പോയത്. അതായത് മുഖ്യമന്ത്രി പിണറായി വിജയനൊപ്പമുള്ള കുറേ പരിവാരങ്ങളുണ്ട്. അദ്ദേഹം രാജാവാണ്, ദൈവമാണ് എന്നൊക്കെ കരുതുന്ന കുറേ അടിമ ഭക്തരുണ്ട്. ഇവർ സോഷ്യൽ മീഡിയയിലും പൊതുവിടങ്ങളിലും കാട്ടിക്കൂട്ടുന്ന വിക്രിയകൾ ഏറ്റവും അധികം ദോഷകരമായി ബാധിക്കുന്നത് പിണറായി വിജയനെയും LDF സർക്കാരിനെയുമാണ്. ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ CPMന് അതിശക്തമായ ഭയാനകമായ തിരിച്ചടി ഉണ്ടായതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് പിണറായി വിജയൻ്റെ അഹങ്കാരം, ധിക്കാരം, ധാർഷ്ട്യം, വെല്ലുവിളി തുടങ്ങിയ ഘടകങ്ങളായിരുന്നുവെന്ന് പല സാധാരണക്കാരും പൊതുപ്രതികരണങ്ങളിൽ പറഞ്ഞിരുന്നു. ഏതാണ്ട് സമാനമായ രീതിയിൽ തന്നെയാണ് ഇവിടെ കാര്യങ്ങൾ മാറിയിരിക്കുന്നത്. അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഭാഗത്തു നിന്നല്ല, മറിച്ച് അദ്ദേഹത്തെ വാഴ്ത്തിക്കൊണ്ട് നടക്കുന്ന പരിവാരങ്ങളാണ് ഇത്തവണ പിണറായി വിജയൻ ധിക്കാരിയാണ്, ധാർഷ്ട്യക്കാരനാണ് എന്ന ലേബൽ ഉണ്ടാക്കിയിരിക്കുന്നത്. നോക്കുക, ശ്രീനിവാസൻ്റെ വിയോഗം മലയാളികൾക്കെല്ലാം വലിയ നൊമ്പരമാണ്, വിഷമമാണ്. അങ്ങനെ വലിയൊരു വിഷമത്തിലിരിക്കുന്ന ഒരു സമൂഹത്തിന് മുന്നിലേക്കാണ് ഈ വീഡിയോ ക്ലിപ്പുകൾ വരുന്നത്. ഈ വീഡിയോ ക്ലിപ്പുകൾ കാണുമ്പോൾ ബുദ്ധിയുള്ള ഏതൊരു മനുഷ്യനും അറിയാം ധ്യാൻ ശ്രീനിവാസൻ അനുഭവിക്കുന്ന ട്രോമ എത്രത്തോളമാണെന്ന്. കാരണം ശ്രീനിവാസനെ തിരശ്ശീലയിൽ മാത്രം കണ്ട് പരിചയിച്ചിട്ടുള്ള നമുക്ക് തന്നെ ശ്രീനിവാസൻ്റെ വിയോഗം വലിയ വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തോടൊപ്പം ഇത്രയും വർഷം ജീവിച്ച, എന്നും കാണുന്ന ആ മക്കൾക്ക് എത്രമാത്രം ട്രോമയുണ്ടാകും, വിഷമമുണ്ടാകും എന്നുള്ളത് സാമാന്യ ബുദ്ധിയുള്ളവർക്ക് ചിന്തിച്ചാൽ മനസ്സിലാകും. അതിലും വലുതാണ് പിണറായി രാജാവിനുള്ള അടിമഭക്തി എന്ന് കരുതുന്ന കുറേ സൈബർ വെട്ടുക്കിളി കൂട്ടങ്ങളാണ് ഈ പ്രശ്നത്തെ ഈ വിഷയത്തെ ഇത്രയധികം പ്രശ്നവൽക്കരിച്ചത്, രൂക്ഷമാക്കിയത്. അതിനുള്ള മറുപടി ഇപ്പോൾ ജനങ്ങൾ കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരൊറ്റ പോസ്റ്റ് കാണിച്ചു തരാം. പ്രശാന്ത് വാസുദേവ് നായർ എന്ന ആൾ എഴുതിയതാണ്. നൊമ്പരത്തിൻ്റെ ഗാഠനേരങ്ങൾ ഇറക്കി വയ്ക്കാൻ ഒരു നിമിഷം ധ്യാൻ ആശ്രയിച്ചത് സത്യനന്ദിക്കാടിൻ്റെ ചുമലിനെയാണ്. ആ ചുമലിൽ ഒരുപക്ഷെ അയാൾ തൻ്റെ അച്ഛൻ്റെ പ്രതിരൂപം കണ്ടിരിക്കാം. അത്ര ഗാഠമായിരുന്നല്ലോ ആ സൗഹൃദം. അതുകൊണ്ടാണല്ലോ സത്യനന്ദിക്കാടും എല്ലാം മറന്ന് വിതുമ്പിക്കരഞ്ഞത്. മറച്ചു വയ്ക്കപ്പെടുന്ന സ്നേഹങ്ങൾ മലവെള്ളപ്പാച്ചിൽ പോലെ ഇരമ്പിയെത്തുന്നത് ഇത്തരം നിമിഷങ്ങളിലാണ്. അച്ഛനുമായ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ നർമ്മം കലർത്തി പല പ്രാവശ്യം ധ്യാൻ പറഞ്ഞിരുന്നു. അത്തരം നേരിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ളിലൊളിപ്പിച്ച സ്നേഹത്തെ ഒരിക്കലും ബാധിക്കുന്നില്ല എന്ന് ധ്യാനും നമുക്ക് കാട്ടിത്തന്നു. മാത്രമല്ല, ഇത്തരം നിമിഷങ്ങളിൽ ആത്മാർത്ഥമായി പൊട്ടിക്കരയുന്നവർ കാപട്യമില്ലാത്ത മനസ്സിൻ്റെ ഉടമകളുമാണ്. അതേസമയം വിനീത് ഉള്ളിലൊളിപ്പിച്ച ദുഃഖം ഒരുപക്ഷെ തനിച്ച് കരഞ്ഞു തീർക്കുമായിരിക്കും. അതുകൊണ്ട് ഒരാൾ നേരായ മനസ്സിൻ്റെ ഉടമ അല്ലാതാകുന്നുമില്ല. ഇതിനിടയിലും മലയാളികളിൽ ചിലരെങ്കിലും പങ്കില മനസ്സുമായി പ്രത്യക്ഷപ്പെട്ടതിൽ അത്ഭുതപ്പെടേണ്ടതില്ല. നമ്മിൽ ചിലരുടെ മാനസികാവസ്ഥ അങ്ങനെയായി തീർന്നിരിക്കുന്നു. ചേതനയറ്റ അച്ഛൻ്റെ ശരീരത്തിനരികിൽ സർവോപാംഗം തളർന്നിരിക്കുന്നവൻ മുഖ്യമന്ത്രിയെ കണ്ട് എഴുന്നേറ്റില്ല, കൈ കൂപ്പിയില്ല എന്നൊക്കെയാണ് അവരുടെ ആക്ഷേപങ്ങൾ. ചിലർ വല്ലാതങ്ങ് ഉപദേശിക്കുകയുമാണ്. ധ്യാൻ എത്ര വിഷമാവസ്ഥയിലാണെങ്കിലും എഴുന്നേൽക്കേണ്ടതായിരുന്നു, സ്റ്റേറ്റിൻ്റെ ഹെഡല്ലേ വന്നത് എന്നിങ്ങനെയാണ് അസ്ഥാനത്തെ ഉപദേശങ്ങൾ. ഇവർക്ക് ആ സന്ദർഭത്തിൻ്റെ വൈകാരിക തീവ്രതയല്ല പ്രശ്നം, മറിച്ച് തങ്ങളുടെ കപട ബോധ്യങ്ങളാണ്. ആ ഒരു അവസ്ഥയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് വന്നതെങ്കിലും ധ്യാൻ എഴുന്നേൽക്കേണ്ടതില്ല. വിട പറഞ്ഞവരുടെ ഏറ്റവും വേണ്ടപ്പെട്ടവർ അത്തരം പ്രോട്ടോക്കോളുകൾ പാലിക്കുകയോ ഗുരുത്വം കാട്ടുകയോ ചെയ്യേണ്ട ഒരു വേദിയല്ല അത്. ഇനി എഴുന്നേൽക്കണമെന്നാണെങ്കിൽ അതിനുള്ള മാനസികാവസ്ഥയിലായിരിക്കണം അയാൾ. എല്ലാ ചടങ്ങുകളും കഴിഞ്ഞായിരുന്നു ഇത്തരമൊരു സാഹചര്യം ഉണ്ടായതെങ്കിൽ നമുക്ക് പിന്നെയും അതിനെ വിമർശിക്കാം. എല്ലാം കെട്ടടങ്ങുമ്പോൾ ഈ ആരോപണത്തിന് ധ്യാൻ പറയുന്ന മറുപടിയിൽ ഉണ്ടാകും ആ മാനസികാവസ്ഥയുടെ വിശദീകരണം.
അല്ലെങ്കിൽ അയാൾ ഖേദം പ്രകടിപ്പിക്കുമായിരിക്കാം. അതേസമയം മറ്റാരോ എഴുന്നേൽക്കാൻ തുടങ്ങുമ്പോൾ വേണ്ട എന്ന് മുഖ്യമന്ത്രി വിലക്കുന്നതും കണ്ടു. ആ സന്ദർഭത്തിൻ്റെ പ്രത്യേകത നന്നായി മനസ്സിലാക്കിയാണ് അദ്ദേഹം പെരുമാറിയത്. ആ വിവേകമാണ് പങ്കില മനസ്സുകൾക്ക് ഇല്ലാതെ പോകുന്നത്. നമ്മിൽ ചിലരുടെ ഈ സ്വഭാവത്തെക്കുറിച്ചോർത്ത് പ്രകോപിതരായിട്ടോ നിരാശപ്പെട്ടിട്ടോ ഒന്നും കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് കാലാകാലം നമ്മൾ തുടരുക തന്നെ ചെയ്യും. അത്തരക്കാരെ നന്നാക്കിയെടുക്കുക അസാധ്യമെന്നേ പറയാനുള്ളൂ. പ്രശാന്ത് വാസുദേവ് എന്നാണ് ആ പോസ്റ്റിൽ പറയുന്നത്. ഇതുപോലെ നിരവധി ആളുകൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ അടിമ സംഘത്തിൻ്റെ കടന്നാക്രമണങ്ങൾക്കെതിരെ രൂക്ഷമായ ഭാഷയിൽ, ശക്തമായ ഭാഷയിൽ നിലപാടുകളുമായി രംഗത്തെത്തിയിട്ടുണ്ട്. കോൺഗ്രസ് ആകട്ടെ ഇതിനെ ഒരു രാഷ്ട്രീയ ആയുധം പോലുമാക്കി മാറ്റുകയാണ്. കോൺഗ്രസ് വാരിയേഴ്സ് എന്ന പേജിൽ വന്നൊരു പോസ്റ്റ് നോക്കുക. ഇതുപോലെ അടിമകൾ വേറെ എവിടെയും കാണില്ല. 100% സാക്ഷരതയിൽ കമ്മികളെ ഒഴിവാക്കി നിർത്തണമെന്ന് പറഞ്ഞുകൊണ്ട് സൈബർ സഖാക്കളായിട്ടുള്ള ആളുകൾ ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വന്നപ്പോൾ ധ്യാൻ എഴുന്നേറ്റ് നിന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിട്ട അധിക്ഷേപകരമായ കമൻറ്റുകൾ മുഴുവനായിട്ട് പ്രദർശിപ്പിക്കുകയാണ്. അച്ഛൻ മരിച്ചാൽ വിഷമമുണ്ടാകും, ഏതായാലും മുഖ്യമന്ത്രിയെ കാണുമ്പോൾ ഒന്ന് എഴുന്നേറ്റ് നിന്ന് കൊടുക്കാം, ഇത്രയും പ്രായമുള്ള CM വരുമ്പോൾ എണീറ്റ് നിൽക്കണമെന്ന് ഇനി ഏത് സ്കൂളിൽ പഠിപ്പിക്കണമെന്നാണ് ഇവർ ചോദിക്കുന്നത്. അതുപോലെ അച്ഛൻ മരിച്ചാൽ വിഷമമുണ്ടാകും, എന്നാലും പാർട്ടി ഏതായാലും മുഖ്യമന്ത്രിയെ കാണുമ്പോൾ ഒന്ന് എഴുന്നേറ്റ് നിന്ന് കൊടുക്കണം, ഇത് തെറ്റായിപ്പോയി, ഇത് മാന്യതയല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള നിരവധി കമൻറ്റുകൾ എടുത്തിട്ട് ഇത്തരം കമൻറ്റുകൾ ഇടുന്നവരെ ഓപ്പണായിട്ട് കൃത്യമായിട്ട് പ്രദർശിപ്പിച്ചുകൊണ്ട് ഇവരാരൊക്കെയാണെന്ന് ജനങ്ങൾ തിരിച്ചറിയണമെന്ന് മനസ്സിലാക്കി കൊടുക്കുന്ന വിധത്തിലാണ് ക്യാമ്പയിനുകൾ പുരോഗമിക്കുന്നത് എന്ന് മാത്രമല്ല, ഇതിൽ ധ്യാൻ ശ്രീനിവാസനൊക്കെ വലിയ പിന്തുണ സൈബർ സ്പേസിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ധ്യാൻ ശ്രീനിവാസനെ കടന്നാക്രമിക്കുന്നവർ, ധ്യാൻ ശ്രീനിവാസനെതിരെ ഹെയ്റ്റ് ക്യാമ്പയിൻ നടത്തുന്നവർക്കൊക്കെ മലയാളികൾ ശക്തമായി ഒറ്റക്കെട്ടായി തിരിച്ചടി കൊടുക്കണമെന്ന് തന്നെയാണ് ഇവർ പറയുന്നത്. ഇതിലൊക്കെ പറയുന്നത് ധ്യാന്റെ പേരിൽ ജാമ്യമില്ലാ വാറന്റ് ഇറക്കിയാലും അത്ഭുതപ്പെടാനില്ല എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. തമ്പ്രാൻ വരുമ്പോൾ അടിമകൾ എഴുന്നേറ്റ് ഓച്ചാനിച്ച് നിൽക്കണം, അതൊക്കെ നിങ്ങളുടെ പാർട്ടി മീറ്റിങ്ങുകളിൽ പറഞ്ഞാൽ മതി, ഇവിടെ നടക്കില്ല എന്ന് പറയുന്നുണ്ട്. ശ്രീനിവാസന്റെ വീടിന് കരിയോയിൽ ഒഴിച്ച ടീംസ, അവൻ തന്തേടെ മോൻ തന്നെയാണ് എന്ന് പറയുന്നവരുണ്ട്. അച്ഛൻ മരിച്ച വേദനയിൽ ആ മകൻ എന്തു ചെയ്യണമായിരുന്നു, കടക്ക് പുറത്തെന്ന് പറയണമായിരുന്നു എന്ന് ചോദിക്കുന്നു. എഴുന്നേറ്റ് തൊഴാൻ ഇതെന്താ രാജഭരണമാണോ എന്ന് ചോദിക്കുന്നവരുണ്ട്. അതായത് ഈ വിഷയത്തെ CPM സൈബർ സഖാക്കളും ഈ പറയുന്ന പിണറായി വിജയൻ്റെ പരിവാരങ്ങളും ചേർത്ത് വല്ലാത്ത രീതിയിൽ പൊതുസമൂഹത്തിൽ അവതരിപ്പിച്ചു എന്ന ആരോപണമാണ് കോൺഗ്രസ് ഉയർത്തുന്നത്, കോൺഗ്രസിൻ്റെ സൈബർ ടീം ഉയർത്തുന്നത്. അവർ കൃത്യമായി സൈബർ സഖാക്കൾ എന്ന് പറയപ്പെടുന്ന ആളുകളുടെ പോസ്റ്റുകളും കമൻറ്റുകളും ഒക്കെ തെരഞ്ഞു പിടിച്ച് അതെല്ലാം കൃത്യമായി ആലേഖനം ചെയ്ത് ഇവരുടെ നിലവാരം ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജനസമക്ഷം അവതരിപ്പിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾ തീർച്ചയായിട്ടും ഇതിനോട് റിയാക്ട് ചെയ്യും. കാരണം ഇപ്പോൾ തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിലും അതുപോലെ തന്നെ ഏറ്റവും ഒടുവിൽ ആ പാരഡി പോറ്റിയെ കയറ്റിയെ എന്നുള്ള പാരഡി ഗാനത്തോട് സർക്കാർ സ്വീകരിച്ച നിലപാടിലുമൊക്കെ ജനങ്ങൾക്ക് വലിയ പ്രതിഷേധമുണ്ട്. അതായത് ഇഷ്ടമില്ലാത്തവരെ മുഴുവൻ അവസാനിപ്പിച്ച് കളയുക, ഇഷ്ടമില്ലാത്തവർക്കെതിരെ കടുത്ത നടപടികൾ നിയമവിരുദ്ധമായാണെങ്കിലും സ്വീകരിക്കുക, തങ്ങളോട് ചോദ്യം ചോദിക്കുന്നവരെ പേടിപ്പിക്കുക, ഭയപ്പെടുത്തുക, അങ്ങനെയുള്ള പല നയങ്ങളും പിണറായി സർക്കാർ നിരന്തരമായി സ്വീകരിക്കുന്നുണ്ട്. അതിനൊക്കെ പിന്നിൽ ഈ പറയുന്ന സഖാക്കളും ഈ പറയുന്ന പിണറായി വിജയൻ്റെ പരിവാരങ്ങളുമാണ് എന്ന ആക്ഷേപം നിലനിൽക്കുന്നുണ്ട്. ആ ഗണത്തിലേക്ക് ഇനിയിപ്പോൾ ധ്യാൻ ശ്രീനിവാസനെതിരെയും പ്രതികാര നടപടികൾ ഉണ്ടാകുമോ എന്ന സംശയവും ചോദിച്ചുകൊണ്ട് ആക്ഷേപഹാസ്യപരമായി തന്നെ സർക്കാരിൻ്റെ ഇത്തരം നിലപാടുകളെ, സഖാക്കളുടെ ഇത്തരം ക്യാമ്പയിനുകളെ തകർത്തെറിയുകയാണ് ജനങ്ങൾ. ഇത് ശരിക്കും പറഞ്ഞാൽ ധ്യാൻ ശ്രീനിവാസന് വലിയ തോതിലുള്ള പിന്തുണ കിട്ടുകയാണ്. ധ്യാൻ ശ്രീനിവാസനെതിരെ ക്യാമ്പയിൻ നടത്തിയവരെ മുഴുവൻ പൊതുസമൂഹത്തിന് മുമ്പിൽ ജനങ്ങൾ തുറന്നു കാട്ടുകയാണ്. ധ്യാൻ ശ്രീനിവാസൻ പിണറായി വിജയൻ വന്നപ്പോൾ എഴുന്നേറ്റ് നിന്നില്ല എന്ന് പറയുന്ന വാദം പോലും അത് വളരെ വൃത്തികെട്ടതാണ്, പൊതുസമൂഹത്തിന് ചേർന്നതല്ല എന്ന നിലയിലേക്ക് ധ്യാനിന് പരിപൂർണ പിന്തുണ കൊടുക്കുന്ന വിധത്തിലുള്ള വലിയ ക്യാമ്പയിനുകളാണ് ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. അത് ധ്യാൻ ശ്രീനിവാസനെ കൊത്തിക്കീറാൻ ഇറങ്ങി തിരിച്ചവർക്കുള്ള ശക്തമായ തിരിച്ചടിയുമാണ്.